കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചക്കറി നല്ല പോലെ വിളയുന്ന സീസണാണ് ഇപ്പോൾ. പക്ഷേ പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നതാണ്. എന്നാൽ ഉള്ള സ്ഥലത്തും ടെറസിലുമൊക്കെയായി കൃഷി ചെയ്യാൻ പലരും താല്പര്യം കാണിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നല്ല സന്തോഷം. എത്ര സ്ഥലമില്ലെങ്കിലും ഉള്ള സ്ഥലത്ത് ചെറിയൊരു അടുക്കളത്തോട്ടം നമ്മൾ ഒരുക്കിയേ തീരൂ. അപ്പോൾ പലർക്കും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ കുരുടിപ്പോ മറ്റ് കീടശല്യങ്ങളും ഒന്നും ഇല്ലാത്ത വിധത്തിൽ എങ്ങനെ ഗ്രോ ബാഗ് നിറക്കാം എന്നുള്ളതാണ്. വേനൽക്കാലത്ത് ചെടികൾ വാടിപ്പോകാതെയും മണ്ണിൽ നിന്നുള്ള കീടശല്യമൊന്നും വരാത്ത വിധത്തിലും ഗ്രോ ബാഗ് എങ്ങനെ നിറക്കാം എന്ന് നോക്കാം. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ഈ ഗ്രോ ബാഗിലാണ് നമ്മൾ മണ്ണ് നിറക്കുന്നത്. ആദ്യം തന്നെ ഗ്രോ ബാഗിൻ്റെ അരിക് വശങ്ങളെല്ലാം ചുറ്റിനും ഇതുപോലെ പുറത്തേക്ക് മടക്കി വെക്കണം. അരിക് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗ് കീറിപ്പോകുന്നത് തടയാൻ പറ്റും. അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ മണ്ണ് നിറക്കാനും പറ്റും. ആദ്യം തന്നെ ഗ്രോ ബാഗിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത്, ടെറസിലും മറ്റും കൃഷി ചെയ്യുമ്പോൾ ശക്തമായ വെയിലേറ്റ് അതിലെ ജലാംശം പെട്ടെന്ന് കുറഞ്ഞു പോകാൻ ഇടവരാറുണ്ട്. ചൂട് കൂടുകയും ജലാംശം കുറയുകയും ചെയ്താൽ ചെടികൾ എല്ലാം വാടിപ്പോകുന്നത് തീർച്ചയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കരിയില ഇട്ട് കൊടുത്താൽ ജലാംശം കുറേയൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സാവകാശം അത് ഒന്നാന്തരം ഒരു ജൈവ വളമായി മാറുകയും ചെയ്യും. കരിയിലകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ചെയ്യാറുള്ളത്, ഗ്രോ ബാഗിൻ്റെ 4 വശങ്ങളിലും ചകിരിപ്പൊളികൾ വെച്ച് കൊടുക്കുക എന്നതാണ്. വലിയ പാലി ചകിരികളൊന്നും വേണ്ട, ചെറുതായി മുറിച്ചത് 4 വശത്തും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെറിയ ചകിരി കഷ്ണങ്ങൾ ഗ്രോ ബാഗിൻ്റെ വശങ്ങളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചകിരി വെക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേനലിൽ ഒരു ജലസാന്നിധ്യം ചകിരി ചെടികൾക്ക് ചെയ്തു കൊടുക്കുമെന്നതാണ്. ചകിരി വെച്ചതിന് ശേഷം ഒരു ലെയർ കൂടി കരിയില ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്രോ ബാഗ് നടക്കുന്ന രീതി വേനൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അതിനു മുമ്പായി ഒരു കൊട്ടയിലേക്ക് ഒരു പൊടി വേപ്പിൻ പിണ്ണാക്കും ഒരു പൊടി എല്ലുപൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മുടെ കയ്യിൽ കമ്പോസ്റ്റ് വളങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2-3 പിടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക്, അതായത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കമ്പോസ്റ്റും എടുത്തു വെച്ച കൊട്ടയിലേക്ക് ആവശ്യത്തിനുള്ള മണ്ണ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. നാം ഇപ്പോൾ എടുക്കുന്ന മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണിലെ പുളിപ്പെല്ലാം മാറ്റിയ മണ്ണാണ്. ഇനി മണ്ണിൻ്റെ മുകളിലായി നാം ആദ്യം ചെയ്ത പോലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 ഗ്രോ ബാഗിലേക്കുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്രോ ബാഗ് മാത്രമേ നിറച്ച് കാണിക്കുന്നുള്ളൂ. ഇനി ഗ്രോ ബാഗിലേക്ക് ആവശ്യത്തിനുള്ള മണ്ണ് ഇട്ട് കൊടുക്കാം. ഈ രീതിയിൽ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കരിയിലയും ചകിരിയും ഒക്കെ അമർന്ന് സെറ്റായാലും മണ്ണില്ലാതെ വരാൻ പാടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഞാൻ ഈ ഗ്രോ ബാഗ് നിറക്കുന്നതോടൊപ്പം തന്നെ 10 ഗ്രോ ബാഗ് കൂടി ഒരുമിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിറച്ച് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. പല ഇനം മുളക് തൈകൾ പാകി മുളപ്പിച്ചത് മാറ്റി നടാറായിട്ടുണ്ട്. ഇനി ഞാൻ മുളക് തൈകൾ ഇതിലേക്കെല്ലാം നടാൻ പോവുകയാണ്. ഗ്രോ ബാഗിൻ്റെ നടുവിലായി ചെറിയൊരു കുഴിയെടുത്ത് 2 മുളക് ചെടികൾ വീതം ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് മണ്ണ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുളക് ചെടികൾ മാറ്റി നടുമ്പോൾ നമ്മൾ ഒരു കുഴിയിൽ 2 എണ്ണം വീതം 2 മുളക് ചെടികൾ വീതം നട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഗ്രോ ബാഗ് നിറച്ച് കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത്, കഠിനമായ വേനൽക്കാലത്ത് പോലും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ നനവ് അതിനകത്ത് നിലനിൽക്കുമെന്നതാണ്. അതുപോലെ തന്നെ ധാരാളം വായുസഞ്ചാരം കിട്ടുന്നതുകൊണ്ട് നല്ല വേരോട്ടവും ലഭിക്കും. അതിനാൽ നമ്മുടെ പച്ചക്കറി ചെടികൾ നല്ലപോലെ തഴച്ചു വളർന്ന് കീടശല്യമൊന്നുമില്ലാതെ നിറയെ കായ്ഫലം ലഭിക്കുകയും ചെയ്യും. ഈ കാണുന്നതൊക്കെ നമ്മൾ മാറ്റി നട്ട വിവിധ ഇനം മുളക് തൈകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വേനൽക്കാലത്തെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ഗ്രോ ബാഗ് ഇതേപോലെ നിറച്ച് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ ശ്രമിക്കണം.
ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വേപ്പെണ്ണ മിശ്രിതവും 10 ദിവസത്തിലൊരിക്കൽ കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.